പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ചില വിഭവങ്ങളാണ്, സുഖങ്ങളാണ്, ആസ്വാദനങ്ങളാണ്, ആനന്ദങ്ങളാണ്. ശാശ്വതമായി എന്നെന്നും ജീവിക്കാൻ പറ്റുന്ന ഒരു ലോകമെന്നത് ആഖിറത്തിന്റെ ലോകമാണ്. അവിടുന്ന് വെച്ച് പ്രഖ്യാപിക്കണ്ടായി. നമ്മളും ചിന്തിക്കേണ്ടതാണ്, ഈ ദുനിയാവ് ഹയാത്ത് മതാകൾ നിറഞ്ഞൊരു ചരക്ക് വിഭവങ്ങൾ നിറഞ്ഞ ലോകമാണ്. പക്ഷെ ശരിയായ സുഖമായി ആനന്ദത്തോടെ വർഷങ്ങളോളം നമുക്ക് ജീവിക്കേണ്ടത് ആഖിറത്തിലാണ്. അതിനു വേണ്ടിയുള്ള ഓർമ്മകൾ ഉണ്ടാവട്ടെ എന്നാണ് സൂറത്ത് ഗാഫിറിലൂടെ അവിടുന്ന് പഠിപ്പിക്കുന്നത്. മുൻഗാമികളായിരുന്ന സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവർ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നല്ല ഒരു ഖതീബ് കൂടെയായിരുന്നു, ഖലീഫയായിരുന്നു, ആദ്യത്തെ മുഅ്മിനുകളിൽ പെട്ടയാളായിരുന്നു, പ്രവാചകന്റെ മരുമകനായിരുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധീര പോരാളിയായി ശുജാഇയായിരുന്നു, ഒക്കെ നമുക്കറിയാവുന്ന ചരിത്രം. പക്ഷേ പ്രവാചകന്റെ കാലം കഴിഞ്ഞപ്പോഴും അള്ളാഹുവിന്റെ മാർഗത്തിൽ അദ്ദേഹം സംസാരിക്കുന്ന രംഗം എഴുതി വച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഇന്നദ്ദുനിയാ ഖദ് ഇർതഹലത് മുദ്ബിറതൻ, ഈ ദുനിയാവ് ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നത് പിന്നോട്ടാണ്. ദുനിയാവ് ഒരു ദിവസം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ദുനിയാവ് പിന്നേക്ക് ഒരു ദിവസം പോയി, നമ്മൾ മുന്നോട്ട് വേറെ പോവാണ്. നമ്മളിൽ നിന്ന് ദുനിയാവ് ഇങ്ങനെ പിന്നോട്ട് പോയി തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആഖിറത്തിലേക്ക് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂർ ഒരു ദിവസം കടന്നുറങ്ങുമ്പോൾ എൻ്റെ ദുനിയാവ് തീരെയാണ്, ഞാനിപ്പോൾ ആഖിറത്തിലേക്ക് മുന്നിലേക്ക് കയറി യാത്ര പോവുകയാണ്. നിങ്ങൾ ആഖിറത്തിൻ്റെ കുട്ടികളായി വളരണം, ആഖിറത്തിന് ഉപകരിക്കുന്നവരായി തീരണം, ദുനിയാവിൻ്റെ കുട്ടികളായി മാറരുത്. എന്നിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് കൂടെ നമ്മൾ ഓർത്തു വെക്കണം, ഫഇന്നൽ യൗമ അമലും വലാ ഹിസാബ്, ഇന്നേ ദിവസം നമുക്ക് അമലിന്റെ ദിവസമാണ്. ലാ ഹിസാബുൻ, ഇവിടെ വിചാരണക്കാരും വരില്ല. ഇവിടെ അമല് ചെയ്യാനുള്ള ലോകമാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ലോകമാണ്. വലാ ഹിസാബുൻ, ആരും ദുനിയാവിൽ വിചാരണക്ക് വരില്ല, ആർക്കും വിചാരണയില്ല. എന്നാൽ വഗദൻ ഹിസാബുൻ വലാ അമലുൻ, നാളെ വിചാരണയാണ്, അവിടെ അമല് ചെയ്യാൻ അവസരമില്ല. രണ്ടും ആലോചിച്ച് നോക്കി, ഇവിടെ വിചാരണ ഇല്ല, അമല് മാത്രമുള്ളൂ. അവിടെ അമലില്ല, വിചാരണ മാത്രമാണ്, തീരുമാനം മാത്രമാണ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് ആ ആഖിറത്തിനു വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഉണ്ടാകട്ടെ എന്ന് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വസിയ്യത്തിൽ ഉപദേശങ്ങളിൽ എഴുതി വെച്ചത് കാണാൻ സാധിക്കുന്നു. മുൻഗാമികളായ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ഇസ്ലാമികമായ അവരുടെ തഫ്സീറുകളിൽ ഹദീസുകളിലൊക്കെ നമ്മൾ ഈ വിഷയം വായിക്കുമ്പോഴും കാണാൻ സാധിക്കുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണുകയാണ്, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകന്റെ ശിഷ്യനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നു, അലൈക്കസ്സലാം. സാധാരണ നമ്മൾ കണ്ടുമുട്ടിയാൽ അസ്സലാമു അലൈക്കും എന്നാ പറയാ. അദ്ദേഹം അർത്ഥപരമായിട്ട് ആശയപരമായി തെറ്റൊന്നുമില്ല, ഒന്ന് തിരിച്ചു പറഞ്ഞു, അലൈക്കസ്സലാം. അത് കേട്ട സമയത്ത് ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പത്തന്നെ തിരുത്തി കൊടുത്തു, ലാ തഖുൽ അലൈക്കസ്സലാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ, നീ അങ്ങനെ പറയല്ലേ. ഫഇന്ന അലൈക്കസ്സലാമ തഹിയ്യത്തുൽ മയ്യിത്തി, ആ വാക്ക് പറയല് ഖബർസ്ഥാനിൽ മയ്യിത്തുകളെ സന്ദർശിക്കുന്ന സമയത്താണ്. അസ്സലാമു അലൈക്കും ദാറ ഖൗമൽ മുഅ്മിനീൻ പോലെ മറ്റു ചില പ്രാർത്ഥനകളിലും അലൈക്കസ്സലാം എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകളുണ്ട്, അത് അവിടെയാണ് പറയാറുള്ളത്. അപ്പൊ അത് തിരുത്തണം എന്ന് അവിടുന്ന് പറഞ്ഞു. വീണ്ടും അദ്ദേഹം ചോദിക്കുകയാണ്, റസൂലേ, എനിക്ക് വേറെ ഒരു സംശയമുണ്ട്. അതെന്താ? അയ്യുൽ മുഅ്മിനീന അഫ്ളലു, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ നല്ലവരായ മുഅ്മിൻ ആരാണ്? അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠനായ മുഅ്മിൻ ആരാണ്? മറുപടി, അഹ്സനുഹും ഖുലുഖ, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് ഏറ്റവും അഫ്ളലായ മുഅ്മിൻ. അടുത്ത ചോദ്യം, ഫഅയ്യുൽ മുഅ്മിനീന അക്യസ്, പ്രവാചകരെ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലെ ബുദ്ധിശാലി ആരാണ്? നമ്മൾ പറയും നല്ല ബിസിനസ്സൊക്കെ നടത്തുന്ന നാട്ടിലെല്ലാ സൂത്രപ്പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭയങ്കര ബുദ്ധി മൂപ്പരിക്കുന്നു പറയും. എന്നാൽ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിശാലി ആരാണ്? ഖാല അക്സറുഹും ലിൽ മൗത്ത്
യുക്തി ദിക്റാ, മരണത്തെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കുന്ന മുഅ്മിനാണ് ബുദ്ധിശാലി. നമ്മൾ പോവാത്തോടത്ത് കൂടെയാണ് ബുദ്ധിശാലികൾ പോവാന്ന്. അക്സറുഹും ദിക്റൽ മൗത്ത്, ഏറ്റവും നന്നായി ധാരാളമായി തൻ്റെ മരണത്തെക്കുറിച്ച് ഓർക്കുന്നവനാണ് ബുദ്ധിശാലിയായ മുഅ്മിൻ. അത് മാത്രമല്ല, വഅഹ്സനുഹും ലമ്മാ ബഅദഹു ഇസ്തിഅദാദൻ, തൻ്റെ മരണശേഷം ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്ത് ധാരാളമായി കർമ്മങ്ങൾ കൊണ്ട് ഒരുങ്ങുന്നവനാണ് ബുദ്ധിശാലി. അവനാണ് അക്കിയസ്, അവനാണ് ബുദ്ധിശാലി. അല്ലാതെ നമ്മൾ കാഴ്ചപ്പാടിൽ കാണണമെന്നല്ല. അപ്പം നമ്മളൊരു ബുദ്ധിശാലിയായി മാറേണ്ടതുണ്ട്. അതെന്താണ്? അള്ളാഹുവിൻ്റെ പരലോകത്തേക്കുള്ള തൻ്റെ യാത്രയെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ച് അതിനനുസരിച്ച് മാറ്റം വരുത്തി ഭേദഗതികൾ ഉണ്ടാക്കി നന്നായി ജീവിക്കലാണ്. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്, ഒരു നല്ലവനായ വിശ്വാസിയുടെ മുഅ്മിനിന്റെ അടയാളമാണ് അയാൾ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് സ്വഭാവത്തിലും വ്യക്തിത്വത്തിലും ജീവിതത്തിലും നന്നായി തീരും. ഇമാം ഖുർത്തുബി അദ്ദേഹത്തെ തഫ്സീർ എഴുതി വെച്ചു. തഫ്സീറുൽ ഖുർത്തുബി എന്ന പേരിൽ പരിചയപ്പെടണം നമ്മൾ. ആ തഫ്സീറിൽ അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ട്, ദഖാഖ് റഹിമഹുള്ളയുടെ ഒരു ഉദ്ധരണി എടുത്ത് പറയാം. മഹാനായ നല്ല ഭൗതിക വിരക്തി കാണിച്ച, ദുനിയാവിനോട് താല്പര്യക്കുറവ് കാണിച്ച ഒരു വ്യക്തിയാണ് ദഖാഖ് റഹിമഹുള്ള. അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, മിൻ അക്തരി ദിക്രിൽ മൗത്ത് ഉക്രിമ ബിസലാസതി അഷ്യാ. നമ്മൾ ആരെങ്കിലും മരണത്തെക്കുറിച്ച് ധാരാളമായി സ്മരിക്കുകയാണെങ്കിൽ 3 കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു അവനെ ആദരിക്കും. ചെറിയ കാര്യമല്ല. മരണത്തെക്കുറിച്ച് ഇടക്കൊക്കെ ഓർക്കുന്ന ഒരാളാണെങ്കിൽ 3 കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു അവനെ ആദരിക്കും. അവന് പ്രത്യേക ചില പദവി കൊടുക്കും. എന്തൊക്കെയാണ്? തഅജീലത്ത് തൗബ, പെട്ടെന്ന് തൗബ ചെയ്യാൻ തോന്നും. കാരണം അവൻ ചിന്തിക്കുന്നത് നാളെ ഉണ്ടാവില്ല, നാളെ ഉണ്ടായില്ലെങ്കിലോ. അതുകൊണ്ട് ഇന്ന് ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ പിന്നെയാകാമെന്നവൻ്റെ മനസ്സ് സമ്മതിച്ചു കൊടുക്കില്ല. പെട്ടെന്ന് അവൻ തൗബ ചെയ്ത് മടങ്ങാൻ തോന്നും മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ. അല്ലാത്ത പിന്നെ വെള്ളിയാഴ്ച ആവട്ടെ, റമദാനാവട്ടെ, ഇനിയും സമയമുണ്ടല്ലോ എന്നൊക്കെ ഇനി ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അത് ബുദ്ധിയല്ല. വഖനാഅത്തുൽ ഖൽബ്, മരണചിന്തയുള്ള വ്യക്തിയുടെ മറ്റൊരടയാളം അവൻ ആദരവ് കൊടുക്കുന്നത് എന്താ? മനസ്സിന് സംതൃപ്തി നിറച്ചു കൊടുക്കും. ഇപ്പം കിട്ടിയതുകൊണ്ടും ഉള്ളതുകൊണ്ടും അള്ളാഹുവിൽ നിന്ന നിഅമത്ത് കൊണ്ടും തൃപ്തി അടഞ്ഞ് ജീവിക്കുക. ഏറ്റവും വലിയ പ്രധാനപ്പെട്ടൊരു ഗുണമാണ് മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവുക. എന്തെല്ലാം കിട്ടിയാലും ഒന്നും കിട്ടാത്തവനെ പോലെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് തനിക്കല്ല തന്നതുകൊണ്ട് ഖനാഅത്തടയുക എന്നതൊരു മരണചിന്തയുള്ളവൻ്റെ ആദരവിൻ്റെ ഭാഗമാണ്. പിന്നെ പറഞ്ഞു, വനശാത്തുൽ ഇബാദ, ആരാധനകളിൽ സജീവമാവാനുള്ള തോന്നലുണ്ടാകും. പള്ളിയിൽ പോകാൻ, നിസ്കരിക്കാൻ, ഖുർആൻ ഓതാൻ, ദിക്റ് ചൊല്ലാൻ, എല്ലാ നന്മക്കും അവൻ്റെ മനസ്സിലൊരു ആക്റ്റീവ്, ഒരു എനർജറ്റിക് ആണെന്ന് നമ്മൾ പറയുന്ന അവസ്ഥയിലേക്ക് അവൻ എത്തിപ്പെടും. എപ്പോഴാണത്? മരണചിന്ത ശരിക്കും ഹൃദയത്തിലേക്ക് കയറിയാൽ. അതുകൊണ്ടാണ് മക്കയിലെ തെരുവോരങ്ങളിലും വലിയ വലിയ ആളുകൂടുന്നിടത്തേക്ക് പ്രവാചകർ അവരെ ഓർമ്മപ്പെടുത്താറുണ്ട്, നിങ്ങൾ മരണത്തെക്കുറിച്ച് ധാരാളമായി സ്മരിക്കുക. ആളുകളെ നന്നാക്കുവാനും മനസ്സിന് പരിവർത്തനം ഉണ്ടാക്കാനും പറ്റുന്ന ഒരു ചിന്തയാണ് ആഖിറവും അവൻ്റെ മരണചിന്തയുമൊക്കെ. അതേ സമയത്ത് ഒരാൾ മരണചിന്ത മറന്നുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ 3 കാര്യങ്ങൾ അവന് ശിക്ഷയായി ഇട്ടുകൊടുക്കുന്നതുമായിരിക്കും. മരണം എന്നൊരു ചിന്തയിലാണ് അവർക്ക് കിട്ടുന്നത് 3 ശിക്ഷാരീതികളാണ്. ഏതൊക്കെയാണ്? തസ്വീഫത്ത് തൗബ, നേരത്തെ പറഞ്ഞതിന്റെ നേരെ വിപരീതമാണ് തസ്വീഫത്ത് തൗബ. തൗബയെ അവൻ പിന്തിപ്പിക്കും. പിന്നെ ആവാം, അടുത്താവാം, പിന്നെ ആവാം. തസ്വീഫത്ത് തൗബ. വതർക്കുർ റിളാ ബിൽ കഫാഫ്, കിട്ടിയത് കൊണ്ട് തൃപ്തി അടയുന്നതിൽ നിന്ന് അവൻ ഉപേക്ഷ വരുത്തും. എന്ത് നിങ്ങൾ കൊടുത്താലും, എത്ര പറഞ്ഞാലും, എന്തൊക്കെ ചെയ്തു കൊടുത്താലും സംതൃപ്തനല്ല. അവൻ്റെ മുഖത്തൊരു സന്തോഷമല്ല, ജീവിതത്തിൽ സന്തോഷമല്ല, സംതൃപ്തനാകാൻ അവനെ കൊണ്ട് കഴിയില്ല. ആരാധനകളിൽ അവൻ മടിയനായി തീരും. പൊരുല വെള്ളിയാഴ്ച ആയാലും ശനിയാഴ്ച ആയാലും എത്ര ഒഴിവുണ്ടെങ്കിലും ഒരു നന്മക്ക് വേണ്ടി അവൻ വിളിച്ചാൽ മടിയല്ലാതെ അവൻ്റെ പിന്നിൽ ഒന്നുമില്ല.
ഇവിടെ എന്താണത് അടിസ്ഥാനപരമായി കാരണം? തൻ്റെ അവസാന യാത്രയും അവസാനമായി കിടക്കുന്ന കിടപ്പറയെക്കുറിച്ചുമുള്ള ചിന്ത നഷ്ടപ്പെട്ടാൽ അവന് കിട്ടുന്ന ശിക്ഷയാണത്. അതുകൊണ്ട് അറബി കവികളൊക്കെ നമ്മളെ ഇടക്കിടക്ക് ഉണർത്താറുണ്ട്. നമ്മുടെ ജനനത്തെയും മരണത്തെയും സൂചിപ്പിക്കുന്ന അറബി കവികളിൽ വലദത്ക ഉമ്മക യബ്ന ആദമ ബാക്കിയാ വൽ ഖൗമു ഹൗലക യദ്ഹകൂന സുറൂറാ. പ്രിയപ്പെട്ടവരെ, വലദത്ക ഉമ്മക യബ്ന ആദമ ബാക്കിയാ, നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുന്ന സമയത്ത് കരഞ്ഞവനായിട്ടാണ് നിന്നെ പ്രസവിച്ചത്. നീ പ്രസവിച്ചു വീണപ്പോൾ നിന്ന് കരയുകയായിരുന്നു. കരയാണല്ലോ ചെയ്യേണ്ടത്, കരഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ കരയുന്ന സമയത്ത് അതാ ചുറ്റും കാണാൻ വന്നവരും കൂടെയുള്ളവരും ഒക്കെ അതാ വൽ ഖൗമു ഹൗലക യദ്ഹകൂന സുറൂറാ, ആ കരച്ചിലിനും അവർ സന്തോഷിക്കാണ്, അവർ ചിരിക്കുന്നു, മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു, വിളിച്ചറിയിക്കുന്നു ഇന്ന കുട്ടി ജനിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇനി തിരിച്ച് ഫഅമൽ യൗമിൻ അൻ തകൂന ഇദാ ബകൗ ഫി യൗമി മൗതിക ളാഹികം മസ്റൂറാ. ഫഅമൽ, നീ പ്രവർത്തിച്ചോ, ലിയൗമിൻ, ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്, അൻ തകൂന ഇദാ ബകൗ, ചുറ്റും കൂടിയ നിന്റെ കുടുംബങ്ങൾ, നാട്ടുകാർ, നിന്റെ സുഹൃത്തുക്കളൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. നിന്റെ മുകളിൽ കിടന്നിരിക്കുന്ന വെള്ള വസ്ത്രം ഇങ്ങനെ മാറ്റി നോക്കിയിട്ട് മുഖം നോക്കിയിട്ട് വിലപിക്കുന്ന സമയമുണ്ട്. നിന്റെ മയ്യത്ത് ചുമന്നുകൊണ്ട് പോകുന്ന ഒരു ദിവസമുണ്ട്. നിന്നെ ഓർത്തോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്നേ ദിവസത്തിന് വേണ്ടി നീ പ്രവർത്തിച്ചോ. ഫി യൗമി മൗതിക ളാഹികം മസ്റൂറാ, നിന്റെ മരണത്തിന്റെ ദിവസത്തിൽ അവരൊക്കെ കരയുമ്പോ നീ ചിരിച്ചാനന്ദിച്ചുകൊണ്ട് യാത്ര പോകാൻ വേണ്ടി ശ്രമിച്ചോ. എല്ലാവരും കരച്ചിലാണ്, നമുക്ക് ചിരിക്കാൻ കഴിയണം. ആ ചിരി എങ്ങനെയാണ്? കർമ്മഫലങ്ങൾ വെച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഈമാൻ, നമ്മുടെ അമല് വെച്ചുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് പരലോക ചിന്ത നഷ്ടപ്പെടാതിരിക്കാനും വീണ്ടും വീണ്ടും നമുക്കൊരു തസ്കിയത്തിന് കൂടെ ഉപകരിക്കുകയാണ് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ എന്ന നമ്മുടെ ഒരു പരമ്പരയായി ഇങ്ങനെ കടന്നു വരുമ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും നമുക്ക് ലഭ്യമാകേണ്ടതും ഇത്തരത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കുവാനും ആഖിറത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണചിന്തയുടെ ഫലങ്ങൾ ജീവിതത്തിൽ പുഷ്പങ്ങളായി ജ്വലിച്ചു നിൽക്കുവാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ ധാരാളക്കണക്കിന് അടയാളങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന പ്രസിദ്ധമായ ഹദീസ്. ഇന്ന് ആ വിഷയം ചർച്ച ചെയ്യേണ്ടുന്ന പ്രസക്തി ഏറെയുണ്ട്. എന്താ സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രവാചകൻ പല കാര്യങ്ങളും പ്രവചിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും നേരത്തെ തന്നെ പറഞ്ഞ് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറയാണ്, സയകൂനു ഫീ ആഖിരിസ് സമാൻ, ആഖിർ സമാനാകുമ്പോ, കാലം ഇങ്ങനെ അവസാനിക്കാനാകുമ്പോ ഉണ്ടായിത്തീരും പ്രകൃതിയിൽ ചില മാറ്റങ്ങൾ. ഖസ്ഫുൻ വ ഖദ്ഫുൻ വ മസ്ഖുൻ, ഖസ്ഫ് സംഭവിക്കും, ധാരാളം ഭൂകമ്പങ്ങൾ സംഭവിക്കും. വഖദ്ഫുൻ, ആകാശത്തുനിന്ന് മഴയായി ചരൽ വർഷങ്ങൾ പെയ്തുകൊണ്ടിരിക്കും, കല്ലുമഴ പെയ്യും. വമസ്ഖുൻ, മനുഷ്യർക്ക് രൂപമാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും. അവസാനം അങ്ങനെ ആവുമ്പോൾ പിന്നെ ആകൊരു മാറ്റം. എന്തൊക്കെ മാറ്റാം? പ്രകൃതിയിൽ അടിക്കടി ഭൂകമ്പം ഉണ്ടാവുക. നമ്മൾ താമസിക്കുന്നിടത്ത് ഉണ്ടാവണമെന്നൊന്നുമില്ല, പലയിടങ്ങളിലും ഭൂകമ്പങ്ങൾ വ്യാപിക്കുക. അതുപോലെ ഖദ്ഫ് ഉണ്ടാവുക, അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ ചരൽ വർഷം, കല്ലുമഴ പെയ്യ ഭൂമിക്ക്. ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ തന്നെ ഒന്ന് ശക്തമായതിൻ്റെ എന്തെല്ലാം നമ്മൾ അനുഭവിക്കുന്നു. അതൊരു ചരൽ വർഷമായി ഇങ്ങനെ പെയ്യുന്ന ഒരവസ്ഥ മനുഷ്യർക്കിടയിൽ അന്ന് വരും. വമസ്ഖുൻ, മനുഷ്യർക്ക് രൂപമാറ്റങ്ങൾ സംഭവിക്കപ്പെടും. ഏതാ മനുഷ്യർക്ക് രൂപമാറ്റം വരിക എന്ന് പറഞ്ഞാൽ യംസഖു ആഖിറൂന ഖിർദതൻ വഖനാസീറ ഇലാ യൗമിൽ ഖിയാമ, അവസാന സമയമാകുമ്പോൾ മനുഷ്യരിൽ പലരുടെയും പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ട് കിറുദത്തുകളാക്കി മാറ്റിക്കളയും. കുരങ്ങന്മാരുടെ രൂപം, വഖനാസീർ, പന്നികളുടെ രൂപത്തിലേക്ക് അവരെ മാറ്റും. ചില മനുഷ്യന്മാരുടെ പ്രവർത്തനം വെച്ചിട്ട്
ഇനി എന്തൊക്കെയാണ് കാരണം എന്നാണ് ഇത്ര മോശമാവാൻ മാത്രം? എന്തൊക്കെയാണ്? ഇദാ ലഹറത്തിൽ മആസിഫ്, സംഗീതങ്ങളും സംഗീത പ്രവർത്തനങ്ങളും ഉപകരണങ്ങളും വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും സർവവ്യാപിയായി കഴിഞ്ഞാൽ, വൽഖൈനാത്ത്, നർത്തകിമാരുടെ എണ്ണം വർദ്ധിച്ചാൽ, വസ്തഹല്ലത്തിൽ ഖംർ, മദ്യം ഹലാലാക്കിയാൽ, ഇതിലേതാണ് ഇപ്പോൾ കുറവുള്ളത്? ഇദാ ലഹറത്തിൽ മആസിഫ്, സംഗീത ഉപകരണങ്ങൾ വ്യാപിച്ചാൽ, എവിടെയും കൺ തുറന്നാൽ, കാത് കൊടുത്താൽ, തുറന്നു നോക്കുന്ന നമ്മുടെ ഡിസ്പ്ലേകളിൽ നല്ല ഒരു പ്രസംഗം കേൾക്കണമെങ്കിൽ 4 വട്ടം ഏതെങ്കിലും മ്യൂസിക്കിൻ്റെ ഇടയിൽ കൂടെ പോവാതെ കേൾക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ ഒരു നല്ല കാര്യം കേൾക്കാൻ വേണ്ടി അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും വരുന്നത് 2-3 വേണ്ടാത്തരങ്ങൾ കണ്ടിട്ട് അതിൻ്റെ ഇടയിൽ നിന്നാണ്. നോക്കൂ, നിങ്ങൾ പഴയ പോലെ അല്ല. ഒരു കാര്യം, ഒരു നന്മ തെരഞ്ഞെടുക്കണമെങ്കിൽ കുറെ തിന്മയുടെ ഇടയിലൂടെ പോയിട്ട് വേണം ഒരു ഹൈറിലേക്ക് എത്താൻ. സംഗീത ഉപകരണങ്ങൾ വ്യാപകമാവുക എന്ന് പറഞ്ഞപ്പോൾ, അത് ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞപ്പോൾ, എന്താണതുകൊണ്ട് വിവക്ഷിക്കപ്പെട്ടത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, പല ആളുകളും അതൊരു പ്രശ്നമേ അല്ല, അതൊരു വിഷയമേ അല്ല. ചില ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നവർ പോലും അതിനുവേണ്ടി മേൽപ്പൊടി കൊടുത്ത്, അതിന് ഹലാലിന്റെ ഫത്വ കൊടുത്ത്, സ്വന്തം മദ്രസകളിൽ പ്രോഗ്രാമുകളിൽ കുട്ടികളെ ഖുർആനികമായ വിഷയത്തിന് പ്രേരിപ്പിക്കുന്ന സമ്മേളനങ്ങളിൽ പോലും മണിക്കൂറുകൾ നീണ്ട സംഗീത ക്ലാസുകൾ ഈ 2018 പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ത് നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞാലും ഈ ഹദീസുകളെ ചവിട്ടിമതിക്കാതെ അവർക്കത് നടപ്പിലാക്കാൻ കഴിയില്ല. കണ്ടില്ലെന്ന് നടിക്കാതെ അവർക്കത് നടപ്പിലാക്കാൻ കഴിയില്ല. വിനോദങ്ങൾ ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ഈ കേൾവി എന്ന അനുഗ്രഹം നമ്മുടെ ഉമ്മാന്റെ വയറ്റിനകത്ത് വെച്ച് ആദ്യമായി വർക്കിംഗായ ഒരു അവയവമാണ് നമ്മുടെ കാതുകളാണ് ആദ്യമായി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എങ്ങനെ ഉറങ്ങിയാൽ പോലും നമുക്ക് വേണ്ടിയതാ നമ്മുടെ കാതുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ശബ്ദങ്ങൾ കേട്ടാണ് പലപ്പോഴും നമ്മൾ എണീക്കാറുള്ളത്. നമ്മളൊക്കെ ഉറങ്ങുമ്പോഴും നമ്മുടെ കാതുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ കാതുകൾ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. എന്ത് കേൾക്കാനാണ് ഇത് ഉപയോഗിച്ചത്? ചെവിയിൽ ഒരു ഹെഡ്സെറ്റ് വെച്ച് മണിക്കൂറുകളോളം സംഗീതം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അത്തരം പ്രോഗ്രാമുകൾക്ക് സ്വന്തം മക്കളെയും കുടുംബങ്ങളെയും ഉറക്കമൊഴിച്ച് ഏത് ദൂരയാത്രയാണെങ്കിലും ശരി അതിനുവേണ്ടി കൊണ്ടു നടക്കുന്ന കുടുംബങ്ങൾ, അത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ പങ്കെടുത്തു എന്നത് എല്ലാവരെയും ആലോകരെ ഫോട്ടോ എടുത്ത് അറിയിച്ച് അയച്ചു കൊടുക്കുന്ന ആളുകൾ. കാരണം അവൻ്റെ മുമ്പിൽ അതൊക്കെ ഹലാലാണ്. മാസിഫുകൾ വ്യാപിക്കുക വലിയ ഒരു തിന്മയായി രേഖപ്പെടുത്തി. ലഹുവുൽ ഹദീസ്, വിനോദ വാർത്തകൾ വ്യാപിക്കുക എന്ന് പറഞ്ഞപ്പോ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്തിമാഉൽ മസാമിറ വൽ ഗിനാ ബിൽ അൽഹാനി വ ആലാത്തിൽ തുറാബി, ചണ്ടകളും മൃദംഗങ്ങളും ഉപകരണങ്ങൾ വെച്ചുകൊണ്ടുള്ള പാട്ടുകളും നൃത്യങ്ങളും ഒക്കെ അതിൽ പെടുന്നു. ഈ വിനോദങ്ങൾ എന്ന ഈ വിഷയത്തിൽ പെടുന്നു. സൗത്തു ശൈത്വാനാണ്. മറ്റു ഇബ്നു മസ്ഊദിനെ പോലെ പണ്ഡിതന്മാർ പറയാണ്, സംഗീതം എന്ന് പറഞ്ഞാൽ ആരും വശീകരിക്കപ്പെടും. കുറച്ചേരം ഏത് മനുഷ്യനാണെങ്കിൽ ഒന്ന് ഇരുന്നു പോവും. കാരണം ഫഇന്നഹാ സൗത്തു ശൈത്വാനി, പിശാചിന്റെ ശബ്ദമാണ് സംഗീതം, പാട്ടല്ല. സംഗീതോപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള ട്യൂൺസ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറയാണ്, സൗതാനി മൽഊനാൻ, 2 ശബ്ദം എന്ന് പറഞ്ഞാൽ തന്നെ ശപിക്കപ്പെട്ടവയാണ്. ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും. ഒന്ന് സംഗീതത്തിന്റെ ശബ്ദമാണ്, മറ്റൊന്ന് മരണ സമയത്ത് ആളുകളുടെ ഉറക്കയുള്ള കരച്ചിലാണ്, ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. സൂക്ഷിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇത്തരത്തിലുള്ള സദസ്സുകളും പ്രവർത്തനങ്ങൾക്കും തൻ്റെ മക്കളെയും കുടുംബങ്ങളെയും ഒരു നിലക്കും അനുവദിച്ചു കൊടുക്കാതിരിക്കുക. നമ്മുടെ ചാനലുകളും നമ്മുടെ മൊബൈൽ ഫോണുകളും അടക്കമുള്ള രംഗത്ത് മആസിഫായിട്ടുള്ള പാട്ടുകളും മറ്റും വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇതൊരു അടയാളമായി, നാശമായി നമ്മൾ തിരിച്ചറിയുക. വൽഖൈനാത്ത്, നർത്തകിമാരുടെ എണ്ണം വർദ്ധിക്കുന്നു. മുസ്ലിം താത്തമാര് കുട്ടികളെ മാപ്പിളപ്പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ മാപ്പിളപ്പാട്ട്? റിയാലിറ്റി ഷോകൾ ഇറങ്ങുന്ന ചെറിയ ചെറിയ മക്കളെപ്പോലും ആ രംഗത്തേക്ക് കയറ്റിവിടുകയാണ്. ഇത്തരം രംഗത്തൊക്കെ നർത്തകിമാർ പല രൂപത്തിൽ പല കോലത്തിലായി കയറി വരുന്നു. സിനിമാ രംഗത്ത് ധാരാളക്കണക്കിന് മുസ്ലിം പേരുകൾ പൊങ്ങി വരുന്നു. സംവിധായകന്മാർ, നടന്മാർ, നടിമാർ, എല്ലാ രംഗത്തും നമ്മൾ കാണുന്നു. കൈനാത്തുകൾ പല കോലത്തിലായി ഭൂമിയിൽ വ്യാപിച്ചു കൊണ്ടിരിക്കും. ഡാൻസ്,
അപ്പം അത്തരം കാര്യങ്ങളൊക്കെ എത്രമാത്രം ഗൗരവം നോക്കി. വസ്തഹല്ലത്തിൽ ഖംർ, മദ്യം ഹലാലാക്കി മാറ്റുക, കുടിക്കാന്ന് മാത്രമല്ല, ഇതൊന്നും ഇപ്പം അത്ര പ്രശ്നമല്ല എന്നുള്ള ചിന്തകൾ കടന്നു വരും. ആരാണ് അല്പം ടേസ്റ്റ് ചെയ്യാത്തവർ ഇവിടെ ഉള്ളത് ചോദ്യം വരാൻ തുടങ്ങും. അത്തരം കാര്യങ്ങൾക്ക് എതിര് നിൽക്കുന്നവനെ കുറ്റക്കാരനായി വരുന്നൊരു ലോകം വരും. അന്ന് നിങ്ങളത് പ്രതീക്ഷിച്ചോ? അബൂ മാലിക് അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ പഠിപ്പിച്ചു, ലയകൂനന്ന മിൻ ഉമ്മതി അഖ്വാം, എൻ്റെ ഉമ്മത്തിൽ നിന്ന് യഹൂദി നസാറയിൽ നിന്നല്ല, എൻ്റെ ഉമ്മത്തിൽ നിന്നതാ ഇനി ചില ആളുകൾ വരും. യസ്തഹില്ലൂന, അവർ ഹലാലാക്കി മാറ്റും, അൽ ഹിറ, വ്യഭിചാരം, വൽ ഹരീർ, പട്ട്, വൽ ഖംർ, മദ്യപാനം, വൽ മആസിഫ്, സംഗീതോപകരണങ്ങൾ വെച്ചുള്ള കളികൾ ഒക്കെ ഹലാലാണ്. അത് ഹറാമാന്ന് പറയണവരെ തന്നെ സമൂഹം എതിർത്തുകൊണ്ടിരിക്കുന്നു. അത് ഹലാലാണെന്നൊരു ചാൻസ് എവിടുന്നെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ലഈഫായതും കെട്ടുകഥകളും സൂഫി കിതാബും എല്ലാം എടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കിത്രേ പറയാനുള്ളൂ. ഇനിയും നമ്മൾ ശങ്കിച്ചുകൂടാ, ഇനിയും നമ്മൾ അന്വേഷിച്ചുകൂടാ. ഈ ഹദീസുകളെല്ലാം വെച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ നിരവധി ഉദ്ധരണികൾ ഞാനിവിടെ വായിക്കുന്നില്ല. വളരെ വെറുക്കപ്പെട്ട രൂപത്തിലായിക്കൊണ്ട് ലോകത്ത് ചരൽ വർഷവും ഭൂകമ്പങ്ങളും മനുഷ്യരുടെ രൂപങ്ങളും മാറ്റം സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അത്രയും നാശം സംഭവിക്കും. എന്താ കാരണം? ആസിഫ്, പൈനാത്ത്, ഖംർ, മദ്യം, സംഗീതം, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നർത്തകിമാരൊക്കെ നമ്മൾ സൂക്ഷിക്കുക. നമ്മൾ അതിൻ്റെ ഒരു പ്രചാരകരായി, അതിൻ്റെ ഒരു രംഗത്തേക്ക് വരുന്ന ഒരാളായി മാറാതിരിക്കുക. അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ്, ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ടിക്ടോക്ക് പോലെയുള്ള മേഖലകളിൽ കയറി വരികയും പല രൂപത്തിലുള്ള സംഗീതങ്ങൾക്ക് വേണ്ടി മേൽപ്പടി കൊടുക്കുകയും പല രംഗത്തും അത്തരം വീഡിയോകളായും മറ്റുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ആലോചിക്കുക, ഇതുകൊണ്ട് എന്ത് ഹൈറാണ് തനിക്ക് വരുന്നതെന്ന് ചിന്തിച്ചു നോക്കുക. എന്ത് ഹൈറാണ് തന്നെ കൊണ്ട് സംഭവിക്കുക, ഇത്ര വരെ വിശദമായി പഠിപ്പിച്ചിട്ട്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ വീണ്ടും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുകയാണ്. ലോകം ഇങ്ങനെ കടന്നു പോകുന്ന സമയത്തതാ മനുഷ്യന്മാർക്കിടയിൽ പല നിലക്കുമുള്ള പ്രയാസങ്ങൾ കടന്നു വരും. ഹലാലും ഹറാമും നോക്കാത്ത മനുഷ്യർ എണ്ണം വ്യാപിച്ചുകൊണ്ടിരിക്കും. നമ്മളെ കുറിച്ചാണോ ചിന്തിച്ചു പോകും. ഹലാലും ഹറാമും ഒരു വിഷയമല്ല, പണം മാത്രമാണ് വിഷയം. അങ്ങനെ ഒരു കാലഘട്ടം വരും. പ്രത്യേകിച്ചും പറയുകയാണ്, ഏറ്റവും വ്യക്തമായി ലാഹിറായി പാടില്ലെന്ന് പ്രഖ്യാപിച്ച പലിശ വരെ മറ്റു പല പേരും ഉപയോഗിച്ചു കൊണ്ടിരിക്കും. പലിശ എന്നൊരു പറയില്ല, പകരം വേറെ ചില പേരുകൾ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻ പേരിലൊക്കെ വേറെ പേരിലൊക്കെ വിളിച്ച് അതവരങ്ങനെ സമൂഹത്തിൽ കൊണ്ട് നടക്കപ്പെടും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈന യദൈ സാഅത്തി യൽഹറു റിബ, ഖിയാമത്തിന്റെ മുന്നാടിയായിട്ട് പലിശ വ്യാപിച്ചുകൊണ്ടിരിക്കും. ഒരു ചെറിയ അങ്ങാടിയിൽ വരെ 2-3 പലിശ സ്ഥാപനങ്ങൾ വ്യാപിക്കും. പലിശക്ക് വേണ്ടി പ്രത്യേകം വീടുകളിൽ വന്ന ആളുകൾക്ക്, നമ്മളെ വീട്ടിൽ വന്ന് നമ്മളെ കാണാൻ വരികയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൂടിയാൽ മതി, നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വന്നോളി, നിങ്ങൾ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് ഇതങ്ങ് സർവ്വവ്യാപിയാകുന്നു. ആളുകൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ക്ലാസ്സുകളിലൊക്കെ അത് വിശദീകരിച്ചതാണ്. സൂക്ഷിക്കണം. ഗൗരവമേറിയ വലിയ വിപത്താണ് സ്വന്തം മാതാവിനെ വിവാഹം ചെയ്യുന്നത്. ഒക്കെ എത്ര വലിയ കുറ്റകരമാണ്. അതിനേക്കാൾ വലിയ നാശമാണ് ഈ പലിശയുടെ ഉപയോഗമെന്ന് അത്രക്ക് വെറുക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ എന്തു പറഞ്ഞിട്ടെന്താ കാര്യം? മനുഷ്യർക്കൊരു കാലഘട്ടം വരിക തന്നെ ചെയ്യും. ആ പ്രയോഗം തന്നെ, വരിക തന്നെ ചെയ്യും. അലന്നാസി സമാനുൻ, മനുഷ്യർക്കൊരു കാലഘട്ടം വരും. ലാ യുബാലിൽ മർഉ, അന്ന് മനുഷ്യൻ പരിഗണിക്കൂല, നോക്കൂല, ശ്രദ്ധിക്കൂല. ബിമാ അഖുദൽ മാലു അമിൻ ഹലാലിൻ അം മിൻ ഹറാം, തൻ്റെ സമ്പത്ത് ഞാൻ ഹലാലെന്നാണോ സമ്പാദിക്കുന്നത്, ഹറാമെന്നാണോ ഞാൻ സമ്പാദിക്കുന്നത് എന്ന് മൈൻഡ് ചെയ്യില്ല, പരിഗണിക്കൂല. എങ്ങനെയും സമ്പത്തുണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടം മനുഷ്യർക്ക് വരും. എന്താ കൊണ്ട് സംഭവിക്കുക? ഇവൻ്റെ പ്രാർത്ഥനകൾ ആകാശലോകത്തേക്ക് കയറി വരൂല. യാ റബ്ബി യാ റബ്ബി എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. മത്അമുഹു ഹറാം, മൽബസുഹു ഹറാം, മശ്റബുഹു ഹറാം, വഗുദിയ ബിൽ ഹറാം ഫകൈഫ യുസ്തജാബു ബി. എങ്ങനെ ഉത്തരം കിട്ടാനാ? മുഴുവൻ ഹറാമിൽ മുങ്ങിക്കുളിച്ചോനല്ലേ.
ഹദീസിൽ പറയാ, ഹറാമ് കൊണ്ട് സമ്പത്തുണ്ടാക്കി ജീവിക്കുന്ന മനുഷ്യന് കിടക്കാൻ ഏറ്റവും നല്ലത് ഫന്നാർ ഔലാ ബിഹി, നരകമാണ് ഏറ്റവും ഉത്തമവർക്ക് കിടക്കാൻ പറ്റിയ സ്ഥലം. ഹറാമിന്റെ സാമ്പത്തിക രംഗത്ത് കടന്നു വരുന്നവരൊക്കെ ആലോചിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ ഒരു രംഗത്ത് ഞാനുണ്ടോ? എനിക്കങ്ങനെ ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. മുൻഗാമികളായ സഹോദരിമാർ, ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറയാറുണ്ട്, ഇത്ര വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഭർത്താവിനോട് വിളിച്ച് സ്നേഹത്തോടെ പറയുന്നുണ്ട്, പ്രിയതമനെ, നിങ്ങൾ ഇന്ന് ജോലിക്ക് പോയി ഒന്നും കിട്ടിയില്ലെങ്കിലും സന്തോഷത്തോടെ തിരിച്ചു വരിക. എൻ്റെ മക്കളെ, ഒരു ദിർഹമും ഒരു ദീനാറ് പോലും ഹറാമായ സമ്പത്ത് നിങ്ങൾ കൊണ്ടുവന്ന് കഴിപ്പിക്കരുത്. കാശിട്ടില്ല എന്ന് വിചാരിച്ച് വിഷമം വേണ്ട. ഹറാമായ ഒരു ദിർഹമും ദീനാറും എൻ്റെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കരുത് എന്ന് ഭാര്യമാര് ഭർത്താക്കന്മാരെ അങ്ങോട്ട് ഉപദേശിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ താപയങ്ങളും മുൻഗാമികളിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊരു അവസാന കാലഘട്ടമാകുമ്പോൾ സാമ്പത്തിക രംഗത്ത് കുത്തഴിഞ്ഞ നിലപാടായിരിക്കും. തൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന സമ്പാദ്യത്തിൽ ശ്രദ്ധയില്ലാതെ അവരങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. വലാ തഖൂമുസ്സാഅത്ത്, ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. വതക്സുറുസ്സലാസിൽ, ഭൂകമ്പങ്ങളും പ്രകമ്പങ്ങളും വ്യാപിച്ചു കൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇടക്കിടക്ക് അവിടെയും ഇവിടെയും പല ഭാഗങ്ങളിലായി പ്രകമ്പനങ്ങൾ, ഭൂകമ്പങ്ങൾ വ്യാപിക്കും. വയതഖാറബുസ്സമാൻ, കാലം അടുത്തടുത്തുകൊണ്ടിരിക്കും. സമയം പെട്ടെന്നാവുക. ഇപ്പം ഇനി 3 മാസം കഴിഞ്ഞാൽ റമദാനാണ്. നമ്മളെന്നെ ഇപ്പൊ കഴിഞ്ഞ അടുത്തല്ലേ ഇപ്പൊ റമദാനായത്? എന്താ എത്തഖാറബുസ്സമാനായിക്കൊണ്ടിരിക്കും. ആഴ്ച, ഒരു വെള്ളി കഴിഞ്ഞ അടുത്ത വെള്ളിയാണ് നമ്മൾ അറിയണില്ല. പ്രവാചകന്റെ ഹദീസാണ്. വർഷങ്ങൾ കഴിഞ്ഞു പോകും. ഒരു മാസം പോയ പോലെ വർഷങ്ങൾ കഴിഞ്ഞു പോകും. ആഴ്ചകൾ ഒരു മാസം കഴിഞ്ഞു പോണ പോലെ കടന്നു പോകും. ദിവസങ്ങൾ ഒരു മണിക്കൂർ പോലെ കടന്നു പോകും. മണിക്കൂറുകൾ കണ്ണിമ വെട്ടുന്ന വേഗതയിൽ കടന്നു പോകുന്ന പോലെ അവസാന കാലഘട്ടം എത്തുമ്പോൾ കാലഘട്ടം പെട്ടെന്ന് കടന്നു പോവുക. എത്ര പെട്ടെന്ന് സമയം പോയി എന്ന് ആലോചിക്കില്ല. ഒരു നിസ്കാരം കഴിഞ്ഞ് വന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുമ്പോഴത്തേക്ക് അടുത്ത നിസ്കാരത്തിൻ്റെ സമയമാകുന്നു. എത്തഖാറബുസ്സമാൻ, കാലഘട്ടം പെട്ടെന്ന് കടന്നു വരികയും അടുത്തു പോവുകയും ചെയ്യുന്നതൊരു അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. അങ്ങനെ നമ്മളോട് വളരെ അടുത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന എത്ര സംഭവങ്ങളാണ് എടുത്ത് സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ പിന്നീട് കാണുന്നില്ല, തഖൂമുസ്സാഅത്തു ഹത്താ തൽഹറൽ ഫിതനു വയക്തുറുൽ കദിബു വയതഖാറബുൽ അസ്വാഖ്. എന്താ? ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ സംഭവിക്കില്ല. ഹത്താ തൽഹറൽ ഫിതനു, ധാരാളം കുഴപ്പങ്ങൾ വ്യാപകമാകാതെ. കുഴപ്പങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നന്നായി നമസ്കരിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഈമാനുള്ള ആൾക്കാർ വരെ ഫസാദിലായിപ്പെടുക. നല്ലൊരു ജീവിതം നയിച്ചിരുന്ന ദമ്പതിമാരാവട്ടെ, കുടുംബങ്ങളാവട്ടെ, പെട്ടെന്ന് ഒന്നുമല്ലാതെ തകരുക. ധാരാളക്കണക്കിന് ഫിത്നകൾ വ്യാപിക്കുന്നു. ധാരാളക്കണക്കിന് ആശയപരമായി കുഴപ്പങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഫിത്നകൾ വ്യാപിക്കുന്നു. വയക്തുറുൽ കദിബു, കളവ് ധാരാളമാകുന്നു. കളവ് പെരുകുന്നു. ഓണ പറയാന്നുള്ളതൊരു പ്രശ്നമല്ലായിരുന്നു. അതിന് പ്രത്യേകം എത്ര സൗകര്യമാണ്. ഒരു ഫോണിൽ നിന്ന് 3 മിനിറ്റ് ടൈപ്പ് ചെയ്താൽ എത്ര നുണ പ്രചരിപ്പിക്കാം. വോയിസിൻ്റെ ബട്ടൺ ഒന്ന് അമർത്തി പിടിച്ചാൽ എത്ര നുണ ഉണ്ടാക്കി പറയാം. 4 ആൾ ചിരിക്കാനും കേൾക്കാനും ലൈക്ക് അടിക്കാനും ഉണ്ടെങ്കിൽ പിന്നെ നുണ പറയണതിന് നമുക്കൊരു ലിമിറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഫാൻസായി മാറും ഇഷ്ടം പോലെ. കളവിന് പ്രചാരം കിട്ടുന്നൊരു കാലഘട്ടത്തിലാണ്. ധാരാളം കളവ് പറയണമെങ്കിൽ ധാരാളം ആളുകൾക്ക് ഇഷ്ടപ്പെടുകയാണ്. അത്തരം പ്രോഗ്രാമുകൾ വരെ, കളവ് പറഞ്ഞുണ്ടാക്കുന്ന പ്രോഗ്രാമുകളും പ്രവർത്തനങ്ങളും കോമഡി എന്ന പേരിലും തമാശകൾ എന്ന പേരിലുമൊക്കെ വ്യക്തികളെയും ആളുകളെയും കുടുംബങ്ങളെയും അഭിമാനം തേജോവധം ചെയ്യുന്ന രൂപത്തിൽ വരെ കളവുകൾ പറഞ്ഞുണ്ടാക്കി പ്രചരിപ്പിക്കുന്നു. പണ്ഡിതന്മാരെന്ന് വിളിക്കുന്നവർ പോലും കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു കാലഘട്ടം വരുമത് പിഴച്ചവരായ കളവ് വ്യാപിപ്പിക്കുന്ന ആളുകൾ കടന്നു വരും. കളവിന് പ്രേരണ കൊടുക്കുന്നു. കളവ് പറയുന്നതിന് ചില ദിവസങ്ങളിൽ ഏപ്രിൽ ഫൂളിൻ്റെ ഒക്കെ പേര് പറയുന്നത് പോലെ പല കാരണങ്ങളുടെ പേരിലും കളവ് വ്യാപിപ്പിക്കുന്നു. ഫുജാറായി ഫാജിറായി മാറുന്ന ഇത്തരത്തിൽ നരകത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് ഈ നാവ് കൊണ്ട് എത്തിക്കുന്ന കദിബ് വ്യാപിക്കും, സമൂഹത്തിൽ വ്യാപിക്കുന്നു. വയതഖാറബുൽ അസ്വാഖ്, അങ്ങാടികൾ വളരെ അടുത്തായി മാറും.
പണ്ട് കുറേ ദൂരം ഉണ്ടായിരുന്ന നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഇന്ന് നമുക്കൊരു ദൂരം പ്രശ്നമല്ല. അങ്ങാടി പോകാന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമല്ല, നമ്മൾ വണ്ടി എടുക്കുന്നു പോയി വരും. നമുക്ക് ദൂരം ഇന്നൊരു വിഷയമായി വരുന്നില്ല. എത്രയോ കിലോമീറ്ററുകൾ വളരെ അടുത്തായി നമ്മുടെ സ്ഥലമായി മാറുന്നു. അസ്വാക്കുകൾ, സൂക്കുകൾക്കിടയിൽ അകൽച്ച കുറയുന്നു. എത്ര വലിയ പ്രത്യേകത നോക്കി. പണ്ടൊരു സ്ഥലത്തേക്ക് പോവാന്നൊക്കെ പറഞ്ഞാൽ എത്ര ആലോചിക്കാനുണ്ട്. ഇന്ന് മണിക്കൂറുകൾ കൊണ്ട് അവിടെ പറന്നെത്തുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അസ്വാക്കുകൾ, അങ്ങാടികൾ അടുത്തടുത്ത് വരിക എന്നതുകൊണ്ട് പണ്ഡിതന്മാർ 2-3 അർത്ഥതലങ്ങളിലേക്ക് പോയത്. ഒന്ന്, അവിടേക്ക് എത്തിപ്പെടാനുള്ള സൗകര്യങ്ങൾ കൂടി വരിക. വലിയ ദൂരത്തായിരിക്കും, പക്ഷെ അവിടെ എത്തിപ്പെടാൻ സൗകര്യം വരിക. രണ്ടാമത്തേത്, സമയം ഇതുപോലെ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്താനുള്ള സൗകര്യങ്ങൾ. മൂന്നാമത്തേത്, ദൂരെയുള്ള അങ്ങാടിയിലുള്ള ആളുകളുമായും എപ്പോഴും ബന്ധം പുലർത്താൻ വേണ്ടി സാധിക്കുക. പണ്ടത്തെ ഫോൺ വിളി പോലെയല്ല ഇന്നത്തെ ഫോൺ വിളികൾ, പണ്ടത്തെ റിലേഷൻ പോലെയല്ല. എല്ലാം വളരെ അസ്വാക്കുകൾ എന്നതൊരു പ്രശ്നമല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ഇവിടെ എത്തുന്നത് വരെയും വീട്ടിലേക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള പല വകുപ്പുകൾ ഇന്ന് നമ്മുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞു. ദൂരം എന്നൊരു പ്രശ്നമായി പലർക്കും തോന്നുന്നില്ല. യാത്രകൾ ഒരു വിഷയമായി മാറുന്നില്ല. യത്തഖാറബുൽ അസ്വാഖ്, സൂക്കുകൾ അടുത്തടുത്തായി വരുന്ന ഒരു കാലഘട്ടം എൻ്റെ ഉമ്മത്തിൽ കടന്നു വരും. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഫിത്നകളും കുഴപ്പങ്ങളും കളവുകളും ആകെ അങ്ങാടികളിലും വഴിയോരങ്ങളിലും സമൂഹത്തിലും വ്യാപിക്കാൻ തുടങ്ങുമ്പോൾ നല്ലവരായ മനുഷ്യന്മാർ ചിന്തിച്ചു പോകും, ഒന്ന് മരിച്ചിരുന്നെങ്കിൽ. അതൊരു പ്രശ്നം. പരീക്ഷണങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ ചിലർക്ക് തോന്നിപ്പോകും ഇതിനേക്കാൾ നല്ലത് മരിക്കാണ്. സത്യത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, മരണം നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. മരണത്തെ പേടിക്കണം, മരണത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണം, പക്ഷെ മരണം കൊതിക്കാൻ പാടില്ല. എന്നാൽ അവസാന കാലഘട്ടം എത്തുമ്പോൾ ഈ ഫിത്നകൾ ഇങ്ങനെ വ്യാപിക്കുന്നു. പള്ളിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല, അങ്ങാടിയിൽ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല, തൻ്റെ ഈമാനികമായ അഖീദകളും മറ്റും പുറകെ പിടിച്ച് ജീവിക്കാൻ കഴിയണില്ല, തൻ്റെ ആശയം പ്രചരിപ്പിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഫിത്നകൾ വ്യാപിക്കുന്ന ഘട്ടം വരും. ആ സമയത്തുള്ള ചില മനുഷ്യരിങ്ങനെ പറഞ്ഞു പോകുമത്രേ, ഫയഖൂലു യാ ലൈതനീ മകാനാ. എന്താ അങ്ങനെ പറയാൻ കാരണം? ലാ തഖൂമുസ്സാഅതു ഹത്താ യമുറർ റജുലു ബിഖബ്രിർ റജുലി. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ഖബറിനരികിലൂടെ നടന്നു പോകുന്നു. ആ സമയത്ത് ഇവൻ ചിന്തിക്കുകയാണ്, യാ ലൈതനീ മകാനു, ആ കിടക്കുന്ന മനുഷ്യന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മൂപ്പരൊക്കെ രക്ഷപ്പെട്ടു. ഈ ഫിത്നൊന്നുമില്ലല്ലോ മൂപ്പർക്ക്, ഈ കുഴപ്പമൊന്നുമില്ലല്ലോ പടച്ചോനെ, ഞാനും ഒന്ന് അവിടെ പെട്ടിട്ടുണ്ടെങ്കിൽ എന്ന് മരണത്തെ കൊതിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. എന്താ കാരണം? അത്രക്ക് ഭൂമിയിൽ കൺതുറന്നാൽ, കാതു തുറന്നാൽ, ഇറങ്ങിയാൽ, നടന്നാൽ സർവം ഫിത്നമയമായി മാറുന്ന ഒരു കാലഘട്ടം വരികയും അതിൽ ജനങ്ങൾ പെട്ടുപോവുകയും ഇതൊന്നൊന്ന് രക്ഷപ്പെട്ട് ആ ഖബറിനുള്ളിൽ പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന കാലഘട്ടം വരും. അന്നതിനെ സൂക്ഷിച്ചോ എന്ന്. അതോടൊപ്പം പലപ്പോഴും പല ആളുകളും അത് മാത്രമല്ല, ആ ഫിത്നകൾ മാത്രമല്ല, പരീക്ഷണങ്ങളാകുന്ന ഫിത്നകൾ പല നിലക്കും ജീവിതത്തിലൂടെ കടന്നു വരും. അപ്പോഴും ആളുകൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു. എത്ര സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പല ആളുകളെയും നമ്മൾ പരിചയപ്പെടാൻ എങ്ങനെയെന്നറിയോ, ഇയാളാണ് അന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച ആൾ, അയാൾ അന്ന് രക്ഷപ്പെട്ടതാണ്. എത്ര ആൾക്കാരുണ്ട് ജീവിതത്തിൽ നിന്ന് വിരക്തി തോന്നി തൻ്റെ അവസാനത്തെ ഒരു നിമിഷത്തിനു വേണ്ടി പല സാഹസികതകളും ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ഈ ഹദീസിൻ്റെ ഒരു ഭാഗമായി നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഞാനൊന്ന് മരിച്ച് ഖബറിലെത്തിയാൽ മതി എന്ന് കൊതിക്കുന്ന ആളുകളുടെ എണ്ണം കൂടും. കനത്ത പരീക്ഷണങ്ങൾ. മക്കൾ 2-3 ആളുകൾ ഒരു വീട്ടിൽ അൽഷിമേഴ്സിൻ്റെ രോഗം ബാധിച്ചവർ. ആ 3 ആളെ നോക്കുന്നവൻ്റെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ. ചിലപ്പോഴവനും ചിന്തിച്ചു പോലേ, എന്തിനാ ഞാനിങ്ങനെ ജീവിക്കണം? മക്കൾക്ക് രോഗം, ഭർത്താവിന് രോഗം, ഭാര്യയ്ക്ക് ജോലിക്കോ മറ്റൊന്നിനും പോകാതിരിക്കാൻ കഴിയും. 15-16 വർഷങ്ങൾ ഇതനുഭവിച്ച് യഥാർത്ഥ ജീവിതം കേരളത്തിലടക്കം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. പച്ചയായി അവർ മാധ്യമങ്ങളോട് പറയാറുണ്ട്, ഒന്ന് ഒരുമിച്ച് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ചില സമയത്ത് ആഗ്രഹിച്ചു പോയി. പരീക്ഷണങ്ങൾ കടന്നു വരുന്നു. സെറിബ്രൽ പാൾസി, ബുദ്ധിക്ക് ഭ്രമം ബാധിച്ച എത്ര കുട്ടികൾ. പല സ്ഥാപനങ്ങളും നമ്മൾ പോയി സന്ദർശിച്ചിട്ടുണ്ട്. പാവങ്ങൾ തോന്നും 30-35 വയസ്സ് തോന്നിക്കുന്നയാൾ കേവലം അത്രയും വയസ്സുണ്ടായിട്ടും ഒരു 2 വയസ്സുകാരൻ്റെ 4 വയസ്സുകാരൻ്റെ പോലും ബുദ്ധിയില്ലാതെ സ്വമേധയാ നടക്കാൻ കഴിയാതെ വേറൊരാൾ ഏറ്റിക്കൊണ്ടുവന്ന് നടക്കുന്ന അവസ്ഥ. അവരെ പരിചരിക്കുന്ന മാതാക്കൾ
ഒരു ഭാഗത്തേക്കും തിരിയാൻ, ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും പുറത്തു പോകാൻ പറ്റാതെ ഞെരുങ്ങി ജീവിക്കുന്നവർ, അവരോടൊക്കെ അടുത്തിടപെട്ട് സംസാരിച്ചാൽ അവർ ലാസ്റ്റ് പറയുന്ന വാക്ക്, എന്തിനാ ഞങ്ങൾക്ക് ഈ ജീവിതം എന്ന് ചില സമയത്തൊക്കെ തോന്നിപ്പോകും. സ്വന്തം മകനെ പിടിച്ചാൽ കിട്ടാതെ ചങ്ങലക്കിട്ട് റൂമിലാക്കിയിട്ട് അതിനുള്ളിലേക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നോക്കി നിങ്ങൾ. പല നിലക്കുമുള്ള തൻ്റെ ജീവിതമൊന്ന് അവസാനിപ്പിച്ചാൽ മതി, ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് മനുഷ്യർ ആഗ്രഹിക്കുന്ന ഒരു ലോകം വരുമെങ്കിലും മുഅ്മിനീങ്ങളോട് നമ്മളോട് പ്രത്യേകമായി പറഞ്ഞു, റബ്ബ് നമുക്ക് പല പരീക്ഷണങ്ങളും തന്നുകൊണ്ടിരിക്കും. വബശ്ശിരി സ്വാബിരീൻ, ആ രംഗത്തൊക്കെ ക്ഷമ കൈക്കൊള്ളുക എന്നവർക്കാണ് ഏറ്റവും വലിയ സന്തോഷമായി അവർ സന്തോഷ വാർത്ത അറിയിക്കേണ്ടത്. അള്ളാഹുവിനെ സ്തുതിക്കുന്നവനാണ് ഹമിദല്ലാഹ്. അള്ളാഹു നൽകുന്ന പരീക്ഷണത്തിലും അൽഹംദുലില്ല പറഞ്ഞവനാണെങ്കിൽ, അവനെ രോഗം ബാധിച്ചിട്ട് അവൻ അൽഹംദുലില്ല പറഞ്ഞവനാണെങ്കിൽ, ഒരു കുഞ്ഞ് ജനിച്ചതുപോലെ അവൻ്റെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു കൊടുക്കും. ഇത് വലിയൊരു കഴിവാണ്. പടച്ചോൻ ഇങ്ങനെ നമ്മളെ ടൈറ്റാക്കി വരിഞ്ഞു മുറുക്കുമ്പോൾ അപ്പം അള്ളാഹുവിനോടൊരു ഹംദ് പറയാൻ കഴിയുന്നെങ്കിൽ. അതുകൊണ്ട് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. കുടുംബമായി, മക്കളായി, ദാമ്പത്യ ജീവിതത്തിലും മറ്റുമൊക്കെയായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല നിലക്കാവും ആളുകളുടെ നഷ്ടമാകാം. കുടുംബത്തിൻ്റെ അത്താണികൾ നഷ്ടപ്പെടലാകാം, കുടുംബത്തിൽ ആളുകൾക്ക് രോഗം വരലാകാം, സമ്പത്ത് മുഴുവൻ കവർന്നു പോകുന്ന അവസ്ഥയിലേക്ക് വരാം. പല പ്രയാസഘട്ടങ്ങൾ കടന്നു വന്നാലും മുഅ്മിനിന് ഖൈറാണ്. എന്ത് സംഭവിച്ചാലും അവൻ ഏതെങ്കിലും മുസീബത്ത് ബാധിച്ചു കഴിഞ്ഞാൽ അവൻ ക്ഷമിക്കുന്നു, അവന് പ്രതിഫലമുണ്ട്. അവന് സന്തോഷം ബാധിക്കുന്നു, അവൻ അള്ളാഹിനോട് ഹംദ് പറയുന്നു, അവന് പ്രതിഫലമുണ്ട്. അജബൻ ലി അംരിൽ മുഅ്മിനി, മുഅ്മിനീങ്ങളുടെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. എന്തുണ്ടായാലും മോൻ അങ്ങനെയാണ്. പക്ഷെ അവസാന കാലഘട്ടത്തുന്ന സമയത്ത് ഓരോ ഖബർ കാണുമ്പോൾ ഇവൻ ചിന്തിച്ചു പോകുന്നു, ആ ഖബറിലുള്ള ആൾ ഞാനായിരുന്നെങ്കിൽ. അത്രക്ക് കുടുങ്ങിയിട്ടാണ് അവനാ പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടെ ഗൗരവസ്വരത്തിൽ പറഞ്ഞ ഒരു വസിയത്ത് കൂടെ പറയാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, സമൂഹത്തിൽ എൻ്റെ ഉമ്മത്തിലെ ധാരാളമായി ശിർക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കും. ഉമ്മത്തിലാകമാനം ശിർക്ക് വ്യാപിക്കും. എത്രത്തോളം എന്നാൽ لا تقوم الساعة حتى تلحق قبائل من أمتي بالمشركين. ശ്രദ്ധിക്കണം, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം കബീലകൾ, ഗോത്രങ്ങൾ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചില കബീലകൾ മുശ്രിക്കീങ്ങളോട് ചേർന്ന് പിടിക്കും. എന്തൊക്കെ മുശ്രിക്കീങ്ങൾ ചെയ്യോ അതൊക്കെ ചെയ്യുന്ന ഒരു ഗോത്രവിഭാഗം അല്ലെങ്കിൽ ഒരു ജനവിഭാഗമായി എൻ്റെ ഉമ്മത്തിൽ നിന്ന് ചില ആളുകൾ ചേർന്ന് വരും. വിഗ്രഹങ്ങളെ വരെ ആരാധിക്കുന്ന അവസ്ഥയിലെത്തിപ്പെടും. എൻ്റെ ഉമ്മത്ത് ശിർക്ക് എന്ന് പറഞ്ഞാൽ ശിർക്കിൻ്റെ ടോപ്പിലേക്ക് എത്തിപ്പെടും. വിഗ്രഹങ്ങളെ വരെ പോയി പൂജിക്കാൻ എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ചേർന്ന് വരും. ഒന്നുകൂടി വിശദീകരിക്കുന്ന വേറെ ഹദീസില്, ലാ തഖൂമു സ്സാഅതു ഹത്താ തളത്വരിബ അലയാതു നിസാ ദൗസ്. ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. ദൗസ് ഗോത്രത്തിലെ സ്ത്രീകളായവർ അവർ ആരാധിക്കുന്ന അവസ്ഥ വരും. ഹൗല ദിൽ ഖലസ, ദിൽ ഖലസ എന്ന് പറയുന്ന ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് വരും. ഏതാണ് ദിൽ ഖലസ? വകാനത സ്വനമ, അതൊരു വിഗ്രഹമാണ്. തഅബുദുഹാ ദൗസും ഫിൽ ജാഹിലിയ്യതി ബിത്തബാല, തബാലയിൽ വെച്ചുകൊണ്ട് ജാഹിലിയ കാലത്ത് ദൗസ് ഗോത്രം ആരാധിച്ചിരുന്ന ദിൽ ഖലസ എന്ന് പറയുന്ന വിഗ്രഹത്തെ ദൗസ് ഗോത്രത്തിലെ സ്ത്രീകൾ വീണ്ടും ആരാധിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടം വരും. മുസ്ലിങ്ങൾ വിഗ്രഹാരാധന ചെയ്യുന്നൊരു കാലഘട്ടം വരുന്നു. നമുക്കതൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയ്ക്ക് വരുമോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രവണതകളും നമ്മുടെ ഉമ്മത്തിനെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷറഫാക്കപ്പെട്ട മുടി, അതിന് ഷറഫുണ്ട്, സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. പക്ഷേ കഅബാലയത്തേക്കാൾ പോരിശയാണ് പ്രവാചകന്റെ മുടി എന്ന് പറഞ്ഞുകൊണ്ട് പല വ്യാഖ്യാനങ്ങളും കടന്നുകൊണ്ടുവരുന്നു. അതുകൊണ്ട് ഇനി ആരും കഅബാലയത്തിന് വലിയ മഹത്വം കൊടുക്കേണ്ടത്, രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയാണ്.
അതിന് പകരം ഞങ്ങളെ കയ്യിലുള്ള മുടിക്കാണ് ഏറ്റവും ഷറഫെന്ന് വിളിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയും അത് അംഗീകരിക്കാത്തവൻ മുസ്ലിമിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥയാണെന്ന് വരെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നു. പച്ചയായി മലയാളത്തിൽ ആൾക്കാരോട് പറയും. കഅബക്കൊക്കെ ഷറഫ് കുറഞ്ഞുകൊണ്ടിരിക്കുക. വേറെ പലതിനെയും പൂജിക്കലാണ് പ്രധാനം. അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു. ഖബർ സിയാറത്ത് വേണമെന്നും അനുവദിച്ചിട്ടുണ്ടെന്നും അത് മരണചിന്തയുണ്ടാക്കുമെന്നും പഠിപ്പിച്ചു. പക്ഷെ അവിടെ പോലും ആ ഖബറുകളെ കെട്ടി ഉയർത്തി നിലവിളക്ക് വരെ എത്തി. നിലവിളക്കെത്തി, എണ്ണ ഒഴിക്കുന്നു, കത്തിക്കുന്നു. എത്രത്തോളം തേങ്ങ കൊണ്ടുവന്നുകൊണ്ട് ഉടക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുസ്ലിങ്ങൾ, മലയാളികൾ. ഇനി പതുക്കെ എത്തിപ്പെടും. അപ്പോൾ നമ്മൾ കൂട്ടി വായിച്ചു നോക്കി നിങ്ങൾ. വിഗ്രഹത്തെ ആരാധിക്കപ്പെടും. ഈ ഖബറിനെ പറ്റുമെങ്കിൽ പിന്നെ എന്താ വിഗ്രഹത്തെ ആരാധിച്ചാലെന്ന് ശൈത്വാൻ തോന്നിച്ചുകൂടായികയില്ല. പ്രിയപ്പെട്ടവരെ, സൂക്ഷിക്കുക. നമ്മുടെ ഈമാൻ എവിടെ എത്തി നിൽക്കുമെന്ന് ആലോചിച്ച് നോക്കുക. ഇന്നലെ ചാവക്കാട് മണത്തലയിൽ നേർച്ച നടന്നു. പ്രസിദ്ധമായ തൃശ്ശൂർ ജില്ലയിലെ ഒരു അറിയപ്പെട്ട നേർച്ചയാണല്ലോ മണത്തല നേർച്ച. 4 ആനകളാണ് മതമിളകി പൊട്ടിയത്. എത്ര പേർക്കാ പരിക്കുണ്ടായത്? എന്തിൻ്റെ പേരിലാണ്? ഈ സമൂഹത്തെ നാറ്റിക്കാന്നല്ലാതെ എന്ത് ഗുണമാണ് അതുകൊണ്ട് നാട്ടിലുള്ളത്? എത്ര പാവപ്പെട്ട രോഗികളാണ് ചികിത്സ കിട്ടാതെ? കീമോതെറാപ്പി, റേഡിയേഷൻ, ഡയാലിസിസ്, പൈസ ഇല്ലാഞ്ഞിട്ട് പിരിവോട് പിരിവാണ്. അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് ആനയും മമ്പാരിയും കുഴൽവിളിയും കദീന പൊട്ടിക്കലും ഒക്കെ ഖബറിൻ്റെ അടുത്ത്, ഖബറിന്റെ ചാരത്ത് സഞ്ചരിക്കുന്ന ദർഗകൾ വരെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച്, ഷിർക്കിന്റെ ഏത് തലക്കുള്ള ഒരു വേഷം കെട്ടലുകളിലേക്കും സമൂഹം വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഖൈറെന്ന് വിചാരിക്കുന്ന രൂപത്തിൽ പോകുന്നത് പോലും വലിയ ഷർറുകളിലേക്ക് കൊണ്ടെത്തിച്ചു കൊണ്ടിരിക്കുന്നു. പേടിക്കേണ്ടതില്ലേ? നമ്മൾ വിചാരിക്കുന്ന അവരൊക്കെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതൊക്കെ ഇപ്പം എന്താ? ഒരു പ്രവാചകനെ നന്നാക്കി പറയുന്ന, ഒരു മദ്ഹ് പറയുന്ന ഒരു വിഷയം എടുത്ത് നോക്കി നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പറ്റി മദ്ഹ് പറയുകയല്ലേ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അന്ന പിന്നോട് പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ അവർ പറഞ്ഞ് പലതും കൊണ്ടുപോകുന്നത് തനി ഷിർക്കിലേക്കാണ് പോകുന്നത്. ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്നവർ. യാക്രമ മൗലുദ് എന്ന് പറയുന്നൊരു മൗലുദുണ്ട്. അതിൽ പറയുന്നുണ്ട്, യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മദാ യാ വാസിഅൽ കറമീ. ഇങ്ങനെ ഇരുന്ന് ചൊല്ലിക്കൊണ്ടിരിക്കും. യാ റബ്ബി ബിൽ മുസ്തഫ, റബ്ബേ മുസ്തഫായ നബിനെ കൊണ്ട് ബല്ലിഗ് മഖാസിദനാ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കി തരണം. അല്ലാഹുവോടല്ല, പ്രവാചകരോടുള്ള ഒരു തവസ്സുല്. വഗ്ഫിർ ലനാ മാ മദാ യാ വാസിഅൽ കറമീ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ അങ്ങേരെ കൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണം. പ്രവാചകനെ മദ്ഹ് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകുക. അഷ്റഖ് ബൈത്ത് എന്ന് പറയുന്ന ബൈത്തിൽ ചോദിക്കുന്നുണ്ട്, ശരിക്കു പറയുകയാണ്, അറബി അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാനത് വായിക്കുന്നു. യാ വലിയൽ ഹസനാതി യാ റഫീഅദ് ദറജാതി കഫിറൻ അന്നി ദുനൂബി വഗ്ഫിറൻ ലീ സയ്യിആതി അൻത ഗഫാറുൽ ഖതായാ വദ്ദുനൂബിൽ മുബിഖാതി. പ്രവാചകരോട് ചോദിക്കുന്നു, വലിയായ ഹസനാത്തിൻ്റെ വലിയായ ഉന്നത ദർജുള്ള നബിയെ, കഫിറൻ അന്നി ദുനൂബി, എൻ്റെ പാപങ്ങൾക്ക് പുറത്തു തരണം. ഇതിനല്ലേ ഷിർക്ക് എന്ന് പറയുന്നത്? എൻ്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരണം. വഗ്ഫിറൻ ലീ സയ്യിആതി, എൻ്റെ ദോഷങ്ങൾ മാപ്പാക്കി തരണം. ഞാൻ എന്തുകൊണ്ടാണ് നബിയെ നിങ്ങളോടിത് പറയാനുള്ള കാരണം? അൻത ഗഫാറുൽ ഖതായാ വദ്ദുനൂബിൽ മുബിഖാതി, സകല മഹാപാപങ്ങളും ചെറുദോഷങ്ങൾ അടക്കം നീയാണല്ലോ പുറത്തു തരുന്നവൻ. പ്രവാചകരോടാണ് വിളിക്കുന്നത്. രഹസ്യം പരസ്യം അറിയുന്ന ആലിമേ, എല്ലാ പ്രാർത്ഥനക്കും ഉത്തരം നൽകുന്ന മുസ്തജീബായ പ്രവാചകരെ, ഒന്ന് ഞങ്ങളോട് കനിയണം. എല്ലാമായി. കാരണം അവർ പറയുന്നത് പ്രവാചകൻ മരിച്ചാലും നമ്മൾ പറയണതൊക്കെ അവർ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്തും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ പേരും പറഞ്ഞ് മദ്ഹിൻ്റെ ഓമന പേരും ഇട്ടുകൊണ്ട് പറയുക. എത്ര വരികളിലാണ് നമ്മളിങ്ങനെ ഓരോന്നെടുത്ത് പരിശോധിക്കും. അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. നബിയെ നിങ്ങൾക്ക് സലാം ഉണ്ടാകട്ടെ. നിങ്ങളാരാണ്? മാഹിദ്ദുനൂബ്, പാപങ്ങൾ മായ്ച്ചു തരുന്ന ആളാണ്. എല്ലാ പാപങ്ങളും പുറത്തുതരും. അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബ്, പ്രയാസങ്ങളെ മാറ്റിത്തരുന്ന നബിയെ. അങ്ങനെ ഓരോന്നും അവർ കൊണ്ടുവരും. നമ്മൾ വിചാരിക്കുന്ന ഇസ്ലാമിലെ നല്ലതല്ലേ, ഹൈറല്ലേ, മദ്ഹല്ലേ എന്ന് വിചാരിച്ചാൽ അവിടെയും കയറി വരുന്നു ഷിർക്കിൻ്റെ അംശങ്ങൾ. ഇനി ഖുർആനികമായ നല്ല ലേഖനങ്ങളും പുസ്തകങ്ങളും അവർ എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് വിചാരിച്ചാലോ
ഒരു പുസ്തകമാണിത്, ഖുർആനിലെ ചികിത്സാ രഹസ്യങ്ങൾ. ഖുർആൻ ഷിഫയുള്ള കാര്യം തന്നെയാണ്, പക്ഷെ അതിനെയും കൊണ്ടുപോയി എത്തിക്കുന്നത് വേറെ പല രൂപത്തിലേക്കാണ്. ബഷീർ ചിസ്തി എന്ന് പറയുന്ന വ്യക്തി എഴുതിയ പുസ്തകത്തിൽ സൂറത്തു ഷുഅറാഇന്റെ മദ്ഹ് പറയുകയാണ്. സൂറത്തു ഷുഅറാ, ആ സൂറത്ത് എഴുതി ധരിച്ചാൽ മനുഷ്യരുടെ എല്ലാ ശല്യങ്ങളിൽ നിന്നും രക്ഷപ്പെടും. എവിടെ എഴുതി എങ്ങനെ ധരിക്കുക എന്നറിയില്ല. അതേപോലെ തന്നെ ഈ സൂറത്ത് എഴുതി മായിച്ച് കുടിച്ചാൽ യാത്രയിൽ പിന്നെ ദാഹം വരൂല. അത് കലക്കി കുടിക്കുക. ഏത് പ്രയാസവും തീരാൻ ഇതിൽ നിന്ന് ആയത്തുകൾ ഓതിയാൽ മതിയാകും എന്ന്. ഇനി ഓരോന്നുകൂടി, സൂറത്തു സുഖ്റുഫ് 43-ാമത്തെ സൂറത്ത്. ഈ സൂറത്തിനെ കിടക്കാൻ നേരത്ത് ഓതിയാൽ അന്ന് ദുസ്വപ്നങ്ങൾ കാണില്ല. വാശിക്കാരിയായ പെണ്ണാണെങ്കിൽ ഈ സൂറത്ത് എഴുതി കുടിപ്പിച്ചാൽ വാശിക്കാരിയായ പെണ്ണിൻ്റെ വാശി മാറിക്കിട്ടും. ഇതാണ് ഖുർആൻ കൊണ്ട് പോണത്. അതേപോലെ തന്നെ ഇത് ഓതിക്കഴിഞ്ഞ പല അത്ഭുതങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ആദ്യ അത്ഭുതങ്ങളാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ ഇതിലെ 2-3 ആയത്തുകൾ പറഞ്ഞിട്ട് ഈ ആയത്തുകൾ 7 പ്രാവശ്യം എഴുതി മായിച്ച് 7 തവണ കുടിപ്പിച്ചാൽ ഗർഭത്തിന് നല്ല സുഖം കിട്ടും. ദാമ്പത്യ ഐക്യം കിട്ടാൻ വേണ്ടിയിട്ട് 4 ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട് ആ സൂറത്തിൽ. ഈ 4 ആയത്തുകൾ ഒരു തുണ്ട് പേപ്പറിൽ എഴുതി വീടിൻ്റെ 4 മൂലയിൽ കുഴിച്ചിട്ടാൽ മതി. ഇതാണ് ഇപ്പോൾ വലിയ ഖുർആനിൻ്റെ മഹത്വം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ഡയറക്ടർമാരും നേതാക്കന്മാരും സമൂഹത്തിനെ കൊണ്ടുപോയിട്ട് കൊയ്ച്ചിടാനും കലക്കി കുടിക്കാനുമാണ് ഇവർക്ക് കൊടുക്കാനുള്ളത്. അല്ലാതെ പഠിച്ച് അർത്ഥം പഠിച്ച് ജീവിച്ചോളിന്ന് പറയാൻ ഇപ്പോഴും സമൂഹത്തിൽ പണ്ഡിതന്മാർ വന്നിട്ടില്ലേ.